ലോകത്തിന്റെ ഏത് കോണിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ പ്രതിഫലനം ഇന്ന് നമ്മുടെ ജീവിതത്തിലും സമ്പദ് വ്യവസ്ഥയിലും സുരക്ഷയിലും എത്തുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പൊളിറ്റിക്സ്, ഡിഫൻസ്, ഇന്റർനാഷണൽ റിലേഷൻസ്, ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ ഇക്കണോമി, അങ്ങനെ പലതും. പാകിസ്ഥാനിലെ ആഭ്യന്തര രാഷ്ട്രീയ പുകിലുകൾ മുതൽ യൂറോപ്പിനെ നടുക്കിയ കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങളും കൂട്ടമരണങ്ങളും വരെ നമ്മൾ കണ്ടു. ഇതിനൊപ്പം തന്നെ ഏഷ്യ പസഫിക് മേഖലയിൽ ശക്തി തെളിയിക്കാൻ ജപ്പാൻ തങ്ങളുടെ ആദ്യത്തെ ഭീമൻ സ്പൈ ഏജൻസി രൂപീകരിക്കുകയും ദക്ഷിണ ചൈന കടലിൽ ചൈനയ്ക്കെതിരെ ശക്തമായിട്ട് നിലയുറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ആഗോള എണ്ണ വ്യാപാരത്തെയും ഇന്ത്യയും ഒരുപോലെ ബാധിക്കുന്ന രീതിയിൽ ഹോർമുസ് കടലിടുക്കിൽ 20% ടോൾ ഏർപ്പെടുത്തുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ വിചിത്രമായിട്ടുള്ള പ്രഖ്യാപനവും ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ലോകത്തെ സ്വാധീനിക്കുന്ന പ്രധാന സംഭവങ്ങളെ വെറും വാർത്തയായി മാത്രമല്ല, അതിനു പിന്നിലെ കാരണങ്ങളും യഥാർത്ഥ ഇമ്പാക്റ്റും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. വെൽക്കം ടു ലോക. ഒരു രാജ്യത്തിന്റെ ആർമി ചീഫിനോട് ഒരു രാഷ്ട്രീയ നേതാവ് പരസ്യമായിട്ട് പറയുകയാണ്, ടേക്ക് ഓഫ് യുവർ യൂണിഫോം, ധൈര്യമുണ്ടെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അതായത് അത്രയ്ക്ക് രാഷ്ട്രീയ മോഹമുണ്ടെങ്കിൽ ആ യൂണിഫോം അങ്ങ് ഊരി വെച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ വന്ന് മത്സരിക്കുവായി. അപ്പോൾ കാണാം ജനങ്ങൾ നിനക്ക് തരുന്ന വോട്ട്. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നാമെങ്കിലും പാക് രാഷ്ട്രീയത്തിന്റെ അടിത്തറ ഇളക്കുന്ന ഒരു മാസ് ഡയലോഗാണിത്. ഒരു ഭാഗത്ത് ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ, മറ്റൊരു ഭാഗത്ത് രാജ്യത്തെ ഏറ്റവും ശക്തമായ സ്ഥാപനമെന്ന് പറയപ്പെടുന്ന പാകിസ്ഥാൻ ആർമി. ഇവരുടെ പവർ സ്ട്രഗിൾ ഇപ്പോൾ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു ജനറൽ നേരിട്ട് പ്രതിപക്ഷത്തിന്റെ തോക്കിൻ മുന്നിലായത്? ഇത് പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കും? നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. പാകിസ്ഥാനിൽ സൈന്യത്തിന്റെ സ്വാധീനം പുത്തരിയല്ല. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പലതവണ അവിടെ മിലിറ്ററി കൂപ്പ് നടന്നിട്ടുണ്ട്. ആയൂബ് ഖാൻ, യാഹ്യ ഖാൻ, സിയാ ഉൽ ഹഖ്, അതുപോലെ പർവേസ് മുഷറഫ്, ഇങ്ങനെ നേരിട്ട് രാജ്യം ഭരിച്ച ആർമി ചീഫ്സ് വരെ പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ രാഷ്ട്രീയത്തിൽ ആർമിയുടെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. ഇപ്പോൾ അതേ വിഷയമാണ് വീണ്ടും വലിയ ചർച്ചയാകുന്നത്. യെസ്, പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് അവിടുത്തെ സൈന്യത്തിന്റെ അപ്രമാദിത്വമാണ്, അല്ലെ? ഗവൺമെന്റ് ആര് ഭരിക്കണം, ആര് പ്രതിപക്ഷത്തിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പാക് സൈന്യമാണ് എന്നാണ് പറയപ്പെടാറുള്ളത്. എന്നാൽ ഇതാ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രമുഖ പാകിസ്ഥാനി രാഷ്ട്രീയ നേതാവ് അവിടുത്തെ അതിശക്തനായ ആർമി ചീഫ് ജനറൽ അസീം മുനീറിനെ നെഞ്ചുവിരിച്ച് വെല്ലുവിളിച്ചിരിക്കുകയാണ്. വെറും ഒരു വെല്ലുവിളിയല്ല, ധൈര്യമുണ്ടെങ്കിൽ ആ സൈനിക യൂണിഫോം, ആ വേഷം അങ്ങോട്ട് ഊരി വെച്ച് വന്ന് ജനവിധി തേടി നോക്കാം. അപ്പോൾ കാണാം ജനങ്ങൾ നിങ്ങൾക്ക് തരുന്ന വോട്ടിന്റെ വില എന്നാണ് അദ്ദേഹം പരസ്യമായിട്ട് ആക്രോശിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ ജമിയത്ത് ഉലമ ഇ ഇസ്ലാം എഫ് അഥവാ JUIF ചീഫായ മൗലാന ഫസ്ലൂർ റഹ്മാനാണ് ഈ വൻ വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. പാക് നാഷണൽ അസംബ്ലിയിൽ 10 സീറ്റുകളുള്ള ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ഏറ്റവും ശക്തമായ പ്രതിപക്ഷ നിരയാണ് ഇവരുടേത്. സംഭവം എന്താണ് എന്നല്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാകിസ്ഥാനിൽ ഭീകരവാദ ആക്രമണങ്ങളും ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങളും വളരെ കൂടുതലാണ്. ഇതിനെ പ്രതിരോധിക്കാൻ ജനങ്ങൾ സ്വന്തമായിട്ട് സായുധ സംഘങ്ങൾ രൂപീകരിക്കണം, അല്ലെങ്കിൽ മിലിഷ്യകളെ ഉണ്ടാക്കി തീവ്രവാദികൾക്കെതിരെ പോരാടണമെന്ന് ആർമി ചീഫ് അസീം മുനീർ ആഹ്വാനം ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് മൗലാന ഫസ്ലൂർ റഹ്മാൻ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് വളരെ സിമ്പിളായ എന്നാൽ വളരെ ഷാർപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെ ചോരയും നീരുമായിട്ടുള്ള നികുതി പണത്തിൽ നിന്നാണ് സൈനികർ ശമ്പളം വാങ്ങുന്നത്. രാജ്യം കാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്നിട്ട് നിങ്ങളിപ്പോൾ സാധാരണക്കാരോട് ആയുധമെടുത്ത് ലഷ്കറുകൾ, അതായത് മിലിഷ്യകൾ ഉണ്ടാക്കാൻ പറയുന്നു. ഞാൻ ഒരു ലഷ്കറും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇതാണ് ആ പവർഫുൾ സ്റ്റേറ്റ്മെന്റ്. അവിടെയും തീർന്നില്ല, അദ്ദേഹം നേരിട്ട് അസീം മുനീറിനെ ടാർഗറ്റ് ചെയ്തു. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ആർമി നടത്തുന്ന പൊളിറ്റിക്കൽ ആ ഒരു ഇന്റർഫിറൻസ് അല്ലെങ്കിൽ ഇടപെടലുകളെ അദ്ദേഹം ശക്തമായിട്ട് അപലപിച്ചു. അദ്ദേഹം പറഞ്ഞു, ആർക്ക് ഭരണം കൊടുക്കണം, ആരിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണല്ലോ. നിങ്ങൾക്ക് അത്രയ്ക്ക് രാഷ്ട്രീയം കളിക്കണമെങ്കിൽ ആ യൂണിഫോം അങ്ങോട്ട് ഊരി വെച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വാ, ഇലക്ഷനിൽ മത്സരിക്കുക. അപ്പോൾ മനസ്സിലാകും ജനങ്ങൾ നിങ്ങൾക്ക് എത്ര വോട്ട് തരുമെന്ന്. സൈന്യത്തിന്റെ ആ ഒരു ആഹ്വാനം അനുസരിച്ച് ജനങ്ങൾ ആയുധമെടുത്താൽ അത് തലമുറകൾ നീണ്ടു നിൽക്കുന്ന വ്യക്തി വൈരാഗ്യങ്ങളിലേക്കും അതുപോലെ കൊലപാതകങ്ങളിലേക്കും കൊള്ളയിലേക്കും ഒക്കെ രാജ്യത്തെ തള്ളിവിടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഒരു ജനാധിപത്യ രാജ്യത്ത് സൈന്യം അതിന്റെ അതിർവരമ്പുകൾ ലംഘിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഇതിനോടൊപ്പം മറ്റൊരു വലിയ ബോംബ് മൗലാന ഫസ്ലൂർ റഹ്മാൻ പൊട്ടിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ വിദേശ നയങ്ങളിലെയും സൈനിക നീക്കങ്ങളിലെയും ഇരട്ടത്താപ്പ് അദ്ദേഹം തുറന്നുകാട്ടി. കറാച്ചിയിലെ ലിയാരിൽ നടന്ന പൊതുയോഗത്തിലാണ് ഈ ഒരു പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തുന്ന സൈനിക ആക്രമണങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്തു. അദ്ദേഹം ചോദിച്ചത് ഇതാണ്, അഫ്ഗാനിസ്ഥാനിൽ നിങ്ങളുടെ ശത്രുക്കൾ ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ പോയിട്ട് ബോംബിടുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ വന്ന് പാകിസ്ഥാനിലെ ബഹാവൽപൂരിലും മുരീദിലും അവരുടെ ശത്രുക്കളെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഒച്ചവെക്കുന്നത്? ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ നയങ്ങൾക്കെതിരെ സ്വന്തം മണ്ണിൽ നിന്ന് തന്നെയുള്ള ഈ ചോദ്യം പാക് മിലിറ്ററിയെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്.
ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ നേതാവിന്റെ ആരോപണങ്ങളാണ്. ഇവ ആർമി ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട് എന്നതിലുപരി പൊളിറ്റിക്കൽ അലിഗേഷൻ എന്ന രീതിയിലാണ് കാണേണ്ടത്. ഇനി നമുക്കൊരു ക്വിക്ക് റിയാലിറ്റി ചെക്ക് നടത്താം. നിലവിൽ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ കടുത്ത ആഭ്യന്തര സമ്മർദ്ദത്തിലാണ്. ഒരു വശത്ത് ബലൂചിസ്ഥാനിൽ വൻതോതിൽ അക്രമങ്ങൾ നടക്കുന്നുണ്ട്, മറുവശത്ത് POKയിൽ ജനകീയ പ്രതിഷേധങ്ങൾ ശക്തമാണ്. ഇതിനിടയിലാണ് ജനസംഖ്യാ നിയന്ത്രണം പോലെയുള്ള സിവിൽ കാര്യങ്ങളുടെ ഹൈ ലെവൽ കമ്മിറ്റികളിലേക്ക് പോലും പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഈ ഒരു ആർമി ചീഫിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിവിൽ ഭരണത്തിൽ സൈന്യത്തിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. കൂടാതെ ഗിൽജിത് ബാൾട്ടിസ്ഥാനിലെ ഇലക്ഷൻ അട്ടിമറിക്കാൻ സൈന്യം ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പാകിസ്ഥാനിലെ ജനങ്ങളും അവിടുത്തെ പ്രധാന രാഷ്ട്രീയ നേതാക്കളും ഇപ്പോൾ സൈന്യത്തിന്റെ കളിപ്പാവകളാകാൻ തയ്യാറല്ല എന്ന ശക്തമായിട്ടുള്ളൊരു സൂചനയാണ് ഈ ഒരു സംഭവം നൽകുന്നത്. തോക്കിൻ മുന്നിൽ ഭരണം നിയന്ത്രിക്കുന്ന ആർമി ചീഫിനോട് ജനവിധി തേടാൻ ആവശ്യപ്പെടുന്നത് പാക് ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണോ അന്തിമ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ രാജ്യസുരക്ഷയുടെ പേരിൽ ശക്തമായ മറ്റൊരു സ്ഥാപനം കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതോ? ഈ ചോദ്യമാണ് വീണ്ടും പാകിസ്ഥാനിൽ ശക്തമായിട്ട് ഉയരുന്നത്. ടേക്ക് ഓഫ് യുവർ യൂണിഫോം ആൻഡ് ഫേസ് ദ വോട്ടേഴ്സ് എന്ന ഒരു വാചകം ഒരു രാഷ്ട്രീയ നേതാവിന്റെ വിമർശനം മാത്രമല്ല, പാകിസ്ഥാനിലെ സിവിൽ മിലിറ്ററി ബന്ധത്തെക്കുറിച്ചുള്ള വർഷങ്ങളായിട്ടുള്ള ചർച്ച വീണ്ടും ലോകശ്രദ്ധയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനി ഈ രാഷ്ട്രീയ പോരാട്ടം ഏത് ദിശയിലേക്ക് പോകും, ആരാണ് മേൽക്കൈ നേടുക, അത് വരും ദിവസങ്ങളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ സാധാരണ ചൂട് കൂടുമ്പോൾ എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്താൽ ആദ്യം ആലോചിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തണുപ്പുള്ള സ്ഥലങ്ങളായിരിക്കും. ആ ഒരു ലിസ്റ്റിൽ, ആ തണുപ്പുള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടാവുന്ന ഒരു മെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. തണുപ്പുള്ള കാലാവസ്ഥയും മനോഹരമായ തെരുവുകളും അങ്ങനെയൊക്കെ കൂടുതൽ കാര്യങ്ങളുണ്ട് യൂറോപ്പിന്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. യൂറോപ്പ് ശരിക്കും ഒരു തീച്ചൂളയായിട്ട് മാറിയിരിക്കുകയാണ്. കേട്ടാൽ ഞെട്ടിപ്പോകുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു യുദ്ധമില്ല, ഭൂകമ്പമില്ല, സുനാമിയില്ല, എന്നിട്ടും വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ 10,000-ലേറെ ആളുകൾ മരിച്ചിരിക്കുന്നു. കാരണം ചൂട്, വെറും ചൂട്. അതെ, നമ്മൾ പലപ്പോഴും സമ്മർ എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് കാണുന്ന കാലാവസ്ഥ ഇപ്പോൾ യൂറോപ്പിൽ സൈലന്റ് കില്ലറായിട്ട് മാറുകയാണ്. ഒരു ഹീറ്റ് വേവ് 10,000-ലധികം ജീവനുകളാണ് കവർന്നെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ മാസത്തിന്റെ അവസാന വാരത്തിൽ മാത്രം യൂറോപ്പിൽ 10,000-ലധികം ആളുകളാണ് അത്യുഷ്ണത്തെ തുടർന്ന് മരണപ്പെട്ടിരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? യൂറോപ്പ് നേരിടുന്ന ഈ ഒരു വലിയ പ്രതിസന്ധിയുടെ ആഴം എത്രത്തോളമാണ്? ഇത് യൂറോപ്പിന്റെ മാത്രം പ്രശ്നമാണോ, അല്ലെങ്കിൽ ഇന്ത്യ അടക്കമുള്ള ലോകത്തിലുള്ള ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഒരു വലിയ വാർണിംഗ് ആണോ? പരിശോധിക്കാം. യൂറോപ്യൻ സെന്റർ ഫോർ ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO എന്നിവരുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന മോർട്ടാലിറ്റി മോണിറ്ററിംഗ് നെറ്റ്വർക്കായ യൂറോമോമോ ആണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ജൂൺ 22 മുതൽ ജൂൺ 28 വരെയുള്ള ഒരൊറ്റ ആഴ്ചയിൽ മാത്രം 10,650 എക്സസ് ഡെത്ത്സ് ആണ് രേഖപ്പെടുത്തിയത്. എക്സസ് ഡെത്ത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഈ കാലയളവിൽ പ്രതീക്ഷിക്കുന്ന മരണങ്ങളെക്കാൾ അധികമായിട്ട് സംഭവിച്ച മരണങ്ങൾ. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ ഡേറ്റ വിശകലനം ചെയ്ത ശേഷമാണ് ഈ ഒരു കണക്ക് പുറത്തു വന്നത്. ഇതിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മരിച്ചവരിൽ 9,000-ലധികം ആളുകളും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരാണ്. വർഷത്തിലെ ഈ ഒരു സമയത്ത് ഇത്രയും വലിയൊരു മരണനിരക്ക് ഉണ്ടാകുന്നത് തികച്ചും അസാധാരണമാണ്. ഈ കൂട്ടമരണങ്ങൾക്ക് കടുത്ത ചൂടല്ലാതെ മറ്റൊരു കാരണവും ചൂണ്ടിക്കാണിക്കാനില്ല എന്നാണ് ഡെൻമാർക്കിലെ സ്റ്റേറ്റ് ആൻഡ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചീഫ് ഫിസിഷ്യൻ ലാസെ വെസഗാർഡ് വ്യക്തമാക്കുന്നത്. ഇനി ഈ 9,000-ലധികം പേർ 65 വയസ്സിന് മുകളിലുള്ളവരാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനർത്ഥം ഹീറ്റ് വേവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പ്രായമായവരെയും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെയുമാണ്. കാരണം അവരുടെ ശരീരത്തിന് ഉയർന്ന ടെമ്പറേച്ചറിനോട് പൊരുത്തപ്പെടാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ചോദ്യം ഉയരാം, നമ്മുടെ നാട്ടിലൊക്കെ ഇതിലും വലിയ ചൂടല്ലേ, പിന്നെ എന്താണ് യൂറോപ്പിൽ ഇത്രയും മരണങ്ങൾ ഉണ്ടാവുന്നത് എന്ന്. അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. യൂറോപ്പിലെ ഭൂരിഭാഗം രാജ്യങ്ങളിലെയും ഇൻഫ്രാസ്ട്രക്ചർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തണുത്ത കാലാവസ്ഥയെ പ്രതിരോധിക്കാനാണ്, അല്ലാതെ കടുത്ത ചൂടിനെ അല്ല. പല പഴയ കെട്ടിടങ്ങളിലും വീടുകളിലും എയർ കണ്ടീഷനിങ് സാധാരണമല്ല. രാത്രിയിലും താപനില കുറഞ്ഞില്ലെങ്കിൽ ശരീരത്തിന് വിശ്രമിക്കാനാവില്ല. ഇതിനെ ട്രോപ്പിക്കൽ നൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. രാത്രി മുഴുവൻ ശരീരം തണുക്കാതെ തുടരുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമാകും. പെട്ടെന്ന് താപനില 40 ഡിഗ്രിക്ക് മുകളിലേക്ക് ഉയരുമ്പോൾ ജനങ്ങൾക്ക് അത് താങ്ങാൻ കഴിയില്ല. കടുത്ത ചൂട് മനുഷ്യ ശരീരത്തിൽ ഹീറ്റ് സ്ട്രോക്കിന് കാരണമാകുന്നു. കൂടാതെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അല്ലെങ്കിൽ ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയുള്ളവരുടെ നില വഷളാകുകയും ചെയ്യുന്നു. ഇത്തവണ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് ഫ്രാൻസും അതുപോലെ ബെൽജിയവുമാണ്. യൂറോമോമോയുടെ റിപ്പോർട്ട് പ്രകാരം ഈ രണ്ട് രാജ്യങ്ങളിലുമാണ് വെരി ഹൈ എക്സസ് മൊർട്ടാലിറ്റി രേഖപ്പെടുത്തിയത്. ബെൽജിയത്തിന്റെ ചരിത്രത്തിൽ 2000 ആണ്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മരണനിരക്കാണിത്.
ഫ്രാൻസിൽ മാത്രം ജൂണിലെ ഹീറ്റ് വേവിൽ 1000-ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. UK-യിലെ ഇംപീരിയൽ കോളേജ് ലണ്ടൻ നടത്തിയ പഠനത്തിൽ ഇംഗ്ലണ്ടിലും വെയിൽസിലുമായിട്ട് മെയ് ജൂൺ മാസങ്ങളിൽ 2700-ഓളം പേർ ചൂട് കാരണം മരിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ജർമ്മനിയിൽ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നദികളിലും തടാകങ്ങളിലും ഇറങ്ങിയ യുവാക്കൾ മുങ്ങി മരിക്കുന്ന സംഭവങ്ങളും വലിയ തോതിൽ വർദ്ധിച്ചു. ജൂണിൽ മാത്രം 99 പേരാണ് അവിടെ മുങ്ങി മരിച്ചത്. ഇനി നമുക്ക് ഇതിന് പിന്നിലെ യഥാർത്ഥ വില്ലനിലേക്ക് വരാം, ക്ലൈമറ്റ് ചേഞ്ച്. ശാസ്ത്രജ്ഞർ വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് പറയുന്നുണ്ട്, മനുഷ്യർ വരുത്തിവെച്ച ക്ലൈമറ്റ് ചേഞ്ച് ഇല്ലായിരുന്നുവെങ്കിൽ യൂറോപ്പിൽ ഈ രീതിയിലുള്ള ഒരു ഹീറ്റ് വേവ് ഉണ്ടാകാൻ ഒട്ടും സാധ്യതയില്ലായിരുന്നു എന്നാണ്. ഗ്ലോബൽ വാർമിംഗ് കാരണം ഹീറ്റ് വേവുകളുടെ തീവ്രതയും ദൈർഘ്യവും മുൻപത്തേക്കാൾ പല മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. കഴിഞ്ഞ ജൂൺ മാസം പടിഞ്ഞാറൻ യൂറോപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ ജൂൺ മാസമായിരുന്നു. ആഗോളതലത്തിൽ ഇത് രേഖപ്പെടുത്തപ്പെട്ട രണ്ടാമത്തെ ഏറ്റവും ചൂടേറിയ ജൂൺ മാസവുമാണ്. സമുദ്രോപരിതലത്തിലെ ടെമ്പറേച്ചറും അതായത് ഓഷ്യന്റെ സർഫസിലെ ടെമ്പറേച്ചറും എക്കാലത്തെയും ഉയർന്ന നിരക്കിലാണ്. സ്പെയിനിലും ഫ്രാൻസിലും കനത്ത ചൂടിനൊപ്പം കാട്ടുതീയും പടർന്നു പിടിച്ചത് പ്രതിസന്ധി ഇരട്ടിയാക്കി. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകരാജ്യങ്ങൾക്ക് വളരെ ഗൗരവമേറിയ ഒരു മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. വരും ആഴ്ചകളിൽ ഇതിലും കടുത്ത ചൂടായിരിക്കും യൂറോപ്പിനെ കാത്തിരിക്കുന്നത്. ഗ്ലോബൽ വാർമിംഗ് എന്നത് വെറും ഒരു പ്രസംഗ വിഷയമല്ല, മറിച്ച് അത് നമ്മുടെ ജീവൻ എടുക്കുന്ന ഒരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞു എന്ന് യൂറോപ്പിലെ ഈ 10,000 മരണങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വികസിത രാജ്യങ്ങൾ പോലും പ്രകൃതിയുടെ ഈ മാറ്റത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. ഇനിയെങ്കിലും കാർബൺ എമിഷൻ കുറയ്ക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും ആഗോള സമൂഹം തയ്യാറായില്ല എങ്കിൽ മനുഷ്യരാശിക്ക് കാത്തിരിക്കുന്നത് ഇതിലും വലിയ ദുരന്തങ്ങളായിരിക്കും. ഒരിക്കൽ മനുഷ്യൻ പ്രകൃതിയെ ഭയന്നിരുന്നു. ഇപ്പോൾ പ്രകൃതി മനുഷ്യന് മുന്നറിയിപ്പ് നൽകുകയാണ്. 10,000-ലധികം ജീവനുകൾ ഒരു യുദ്ധം കൊണ്ടല്ല, ഒരു വൈറസ് കൊണ്ടല്ല, വെറും ചൂട് കൊണ്ടാണ് നഷ്ടമായത്. ക്ലൈമറ്റ് ചേഞ്ച് എന്നത് ഭാവിയിലെ പ്രശ്നമല്ല, ഇന്നത്തെ യാഥാർത്ഥ്യമാണ് എന്ന സന്ദേശമാണ് യൂറോപ്പിൽ നിന്നുള്ള ഈ ദുരന്തം ലോകത്തോട് പറയുന്നത്. ഒരു രാജ്യം ഏകദേശം 80 വർഷമായിട്ട് ചെയ്യാതിരുന്ന ഒരു കാര്യം ഇപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു പവർഫുൾ നാഷണൽ സ്പൈ ഏജൻസി ഉണ്ടാക്കുന്നു. അമേരിക്കയുടെ CIA പോലെ, ബ്രിട്ടന്റെ MI6 പോലെ, ഇസ്രായേലിന്റെ മൊസാദിനെ പോലെ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക ശക്തിയായ ജപ്പാനും സ്വന്തം ഇന്റലിജൻസ് സിസ്റ്റം പൂർണ്ണമായിട്ട് മാറ്റിമറിക്കാൻ ഒരുങ്ങുകയാണ്. വെറും ഒരു ചെറിയ ഏജൻസി അല്ല ഇത്. ഏകദേശം 33,000 അസറ്റുകളും തുടക്കത്തിൽ തന്നെ $407 മില്യൺ, അതായത് ഏകദേശം 3,400 കോടിയോളം ഇന്ത്യൻ രൂപ ബജറ്റുമുള്ള ഭീമൻ ചാര സംഘടനയാണ് ജപ്പാൻ കെട്ടിപ്പടുക്കുന്നത്. പക്ഷെ ചോദ്യം ഇതാണ്, ഇത്രയും വർഷം വേണ്ട എന്ന് വെച്ച ജപ്പാൻ എന്തുകൊണ്ട് ഇപ്പോൾ ഈ തീരുമാനമെടുത്തത്? ചൈനയാണോ കാരണം? നോർത്ത് കൊറിയയാണോ? അല്ലെങ്കിൽ ലോകം ഒരു പുതിയ ജിയോ പൊളിറ്റിക്കൽ ഫേസിലേക്ക് കടക്കുകയാണോ? നമുക്ക് ഇതൊന്ന് ഡെപ്തിൽ നോക്കാം. ഈ വാർത്ത മനസ്സിലാക്കാൻ ആദ്യം ചരിത്രം അറിയണം. 1945 രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടു. അക്കാലത്ത് ജപ്പാന് വളരെ ക്രൂരവും ശക്തവുമായ ഒരു മിലിറ്ററി ഇന്റലിജൻസ് സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ യുദ്ധത്തിലെ പരാജയത്തിന് ശേഷം US പിന്തുണയോടെ ജപ്പാൻ എഴുതിയ പുതിയ ഭരണഘടനയിൽ അവരൊരു പ്രധാന കാര്യം എഴുതി ചേർത്തു, പാസിഫിസം. അതായത് ഇനി ജപ്പാൻ ഒരു രാജ്യത്തെയും ആക്രമിക്കില്ല, യുദ്ധം ചെയ്യില്ല. ഇതിന്റെ ഭാഗമായിട്ട് വിദേശ രാജ്യങ്ങളിൽ രഹസ്യമായിട്ട് ചാരപ്പണി നടത്തുന്ന വിദേശ ചാര സംഘടനകളെ ജപ്പാൻ പൂർണ്ണമായും നിരോധിച്ചു. രാജ്യത്തിനകത്തെ കാര്യങ്ങൾ നോക്കാൻ ചെറിയ ആഭ്യന്തര ഏജൻസികൾ ഉണ്ടായിരുന്നുവെങ്കിലും വിദേശത്ത് ഓപ്പറേഷൻസ് നടത്താൻ ജപ്പാന് അനുവാദം ഉണ്ടായിരുന്നില്ല. ജപ്പാന്റെ പ്രതിരോധ കാര്യങ്ങൾ വലിയ അളവിൽ നോക്കിയിരുന്നത് അമേരിക്കയും ആയിരുന്നു. എന്നാൽ കാലം മാറി, ജിയോ പൊളിറ്റിക്സ് മാറി മറിഞ്ഞു. ഇനിയും അമേരിക്കയെ മാത്രം വിശ്വസിച്ച് ഇരിക്കാൻ കഴിയില്ലെന്ന് ടോക്കിയോ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ജാപ്പനീസ് സർക്കാർ ദേശീയ രഹസ്യാന്വേഷണ സംവിധാനം വലിയ രീതിയിൽ പുനഃസംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ദേശീയ ഇന്റലിജൻസ് സിസ്റ്റം ഒരൊറ്റ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരിക, ഒരു നാഷണൽ ഇന്റലിജൻസ് ഏജൻസി രൂപീകരിക്കുക, അതിന് നേതൃത്വം നൽകുന്ന ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് എന്ന പുതിയ പദവി സൃഷ്ടിക്കുക, വിവിധ മന്ത്രാലയങ്ങളിൽ ചിതറിക്കിടക്കുന്ന വിവരശേഖരണം ഏകോപിപ്പിക്കുക, തുടർന്നൊരു ഇൻഡിപെൻഡന്റ് ഫോറിൻ ഇന്റലിജൻസ് ഏജൻസി സ്ഥാപിക്കുന്നതും പദ്ധതിയുടെ ഭാഗമാണ്. ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്കായിട്ട് പ്രത്യേക പരിശീലന സ്ഥാപനവും രൂപീകരിക്കാൻ പദ്ധതിയുണ്ട്. ഇനിയുള്ള പ്രധാന ചോദ്യം, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം എന്നതാണ്. ജപ്പാന്റെ ഈ ഒരു പെട്ടെന്നുള്ള നീക്കത്തിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ചൈനയുടെ ഭീഷണിയാണ്. തായ്വാനെ പിടിച്ചെടുക്കാൻ ചൈന എപ്പോൾ വേണമെങ്കിലും നീക്കം നടത്താം. തായ്വാൻ വീണാൽ അത് ജപ്പാന്റെ സുരക്ഷയെ നേരിട്ട് ബാധിക്കും. ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ ആധിപത്യം വർദ്ധിക്കുന്നത് ജപ്പാന് വലിയ തലവേദനയാണ്. ഇനി രണ്ടാമതായിട്ട് വടക്കൻ കൊറിയ, നോർത്ത് കൊറിയ. കിം ജോങ് ഉൻ ഇടയ്ക്കിടയ്ക്ക് ജപ്പാന്റെ തലയ്ക്ക് മുകളിലൂടെയാണ് മിസൈലുകൾ തൊടുത്തുവിടുന്നത്. ഈ ഭീഷണി നേരിടാൻ കൃത്യമായ മുൻകൂർ വിവരങ്ങൾ ജപ്പാന് വളരെ ആവശ്യമാണ്. മൂന്നാമതായിട്ട് റഷ്യ യുക്രൈൻ യുദ്ധം. ഈ ഒരു യുദ്ധം നൽകിയ പാഠങ്ങളാണ്. ഒരു വലിയ യുദ്ധമുണ്ടായാൽ അമേരിക്ക ഓടിയെത്തുമെങ്കിലും സ്വന്തമായിട്ടൊരു ഇന്റലിജൻസ് സംവിധാനം ഇല്ലെങ്കിൽ ഏത് വലിയ രാജ്യവും പെട്ടുപോകുമെന്ന് ജപ്പാൻ മനസ്സിലാക്കി. ഇനി ഇപ്പോഴത്തെ ഒരു സംവിധാനത്തിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ,
ഇപ്പോൾ ജപ്പാനിൽ ഇന്റലിജൻസ് ഇല്ല എന്നല്ല, ഉണ്ട്, പക്ഷേ അത് പല വകുപ്പുകളിലായിട്ട് ചിതറിക്കിടക്കുകയാണ്. ഉദാഹരണത്തിന് ക്യാബിനറ്റ് ഇന്റലിജൻസ് ആൻഡ് റിസർച്ച് ഓഫീസ്, പബ്ലിക് സെക്യൂരിറ്റി ഇന്റലിജൻസ് ഏജൻസി, ഡിഫൻസ് ഇന്റലിജൻസ്, നാഷണൽ പോലീസ്, കോസ്റ്റ് ഗാർഡ് ഇന്റലിജൻസ്, ഇങ്ങനെ ഓരോ ഏജൻസിയും വേർതിരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പുതിയ പദ്ധതിയുടെ ലക്ഷ്യം ഇവയുടെ വിവരങ്ങൾ വേഗത്തിൽ സംയോജിപ്പിച്ച് ദേശീയ തലത്തിൽ മികച്ച തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനം ഒരുക്കുകയാണ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ജപ്പാന്റെ ക്യാബിനറ്റ് ഇന്റലിജൻസ് ആൻഡ് റിസർച്ച് ഓഫീസ് CIRO പുനഃസംഘടിപ്പിച്ചിട്ടാണ് ഈ ഭീമൻ ഏജൻസി രൂപീകരിക്കുന്നത്. ലോകമെമ്പാടും ഇൻഫർമേഷൻ ശേഖരിക്കാൻ അവർ ഇതിനകം തന്നെ 33,000 ഏജന്റുമാരെയും വിവരശേഖരണ ശൃംഖലയെയും സജ്ജമാക്കി കഴിഞ്ഞു. $407 മില്യൺ ഇതിനായിട്ട് ടോക്കിയോ മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് ജപ്പാന്റെ യുദ്ധാനന്തര ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇന്റലിജൻസ് റീഫോമായി വിലയിരുത്തപ്പെടുന്നു. ഈ സ്പൈ ഏജൻസിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണ് എന്ന് വെച്ചാൽ, ഇത് വെറും ഒരു പരമ്പരാഗത ജെയിംസ് ബോണ്ട് ടൈപ്പ് ചാരസംഘടനയല്ല. ഇതിൽ അതിനൂതന സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത്യാധുനിക സാറ്റലൈറ്റ് ഇമേജിംഗ്, സൈബർ ഡിഫൻസ് എന്നിവയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. വിദഗ്ധർ പറയുന്നത്, അമേരിക്ക വർഷങ്ങളായിട്ട് ജപ്പാൻ സ്വന്തം സുരക്ഷാ ശേഷി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു വരികയായിരുന്നു. ഇൻഡോ പസഫിക് മേഖലയിലെ ശക്തി സമത്വം നിലനിർത്താൻ ജപ്പാൻ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നാണ് അമേരിക്കയുടെ നിലപാട്. ഈ പുതിയ ഇന്റലിജൻസ് റീഫോം ആ ഒരു വലിയ സുരക്ഷാ മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് പലരും കാണുന്നത്. അതേസമയം വിമർശനങ്ങളുമുണ്ട്. എല്ലാവരും ഈ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നില്ല. ചിലർ ചോദിക്കുന്നത്, ഇത് പ്രൈവസിയെ ബാധിക്കുമോ, സർക്കാരിന്റെ നിരീക്ഷണ അധികാരം വർദ്ധിക്കുമോ, യുദ്ധാനന്തര കാലത്ത് ജപ്പാൻ പിന്തുടർന്ന സമാധാന നയത്തിൽ നിന്ന് രാജ്യം അകലുകയാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അതേസമയം അനുകൂലിക്കുന്നവർ പറയുന്നത്, ഇന്നത്തെ ലോകത്ത് ശക്തമായ ഇന്റലിജൻസ് ഇല്ലാതെ ദേശീയ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ല എന്നാണ്. സമീപകാലത്ത് ജപ്പാന്റെ പല സർക്കാർ സംവിധാനങ്ങളിലും വലിയ രീതിയിൽ വിദേശ സൈബർ അറ്റാക്സ് നടന്നിരുന്നു. ചൈനയിൽ നിന്നും വടക്കൻ കൊറിയയിൽ നിന്നുമുള്ള ഹാക്കർമാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. പുതിയ ഏജൻസി വരുന്നതോടെ സൈബർ ഡിഫൻസ് കൂടുതൽ ശക്തമാക്കാനും ശത്രുക്കളുടെ സൈബർ അറ്റാക്സിനെ പ്രതിരോധിക്കാനും ജപ്പാന് സാധിക്കും. കൂടാതെ തങ്ങളുടെ സഖ്യകക്ഷികളായ അമേരിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറാനും ഈ ഏജൻസി വഴി സാധിക്കും. ജപ്പാന്റെ ഈ നീക്കം ഏഷ്യ പസഫിക് മേഖലയിലെ പവർ ബാലൻസ് പൂർണ്ണമായും മാറ്റിയെഴുതാൻ പോകുന്ന ഒന്നാണ്. ഒരു കാലത്ത് യുദ്ധത്തിൽ വിരക്തമായിട്ട് ഒതുങ്ങിക്കൂടിയ ജപ്പാൻ തങ്ങളുടെ സാങ്കേതിക കരുത്ത് ഉപയോഗിച്ച് ലോകത്തെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു ചാരസംഘടന നിർമ്മിക്കാൻ പോകുമ്പോൾ അയൽ രാജ്യങ്ങളായ ചൈനയ്ക്കും വടക്കൻ കൊറിയയ്ക്കും അത് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ്. സ്വയം സംരക്ഷിക്കാൻ തങ്ങൾ പ്രാപ്തരാണ് എന്ന സന്ദേശമാണ് ടോക്കിയോ ഇതിലൂടെ നൽകുന്നത്. ഒരു കാലത്ത് യുദ്ധത്തിന്റെ ഭീകരത നേരിട്ട് അനുഭവിച്ച രാജ്യം ഇന്ന് വീണ്ടും ദേശീയ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുകയാണ്. പക്ഷേ ഇത്തവണ ടാങ്കുകളെക്കാളും മിസൈലുകളെക്കാളും പ്രധാനമാകുന്നത് ഇൻഫർമേഷൻ ആണ്. കാരണം ഇന്നത്തെ ലോകത്ത് ആദ്യം വിവരം ലഭിക്കുന്നവരാണ് പലപ്പോഴും യുദ്ധഭൂമിയിലും നയതന്ത്ര രംഗത്തും വിജയിക്കുന്നത്. ജപ്പാന്റെ പുതിയ ഇന്റലിജൻസ് ഏജൻസി ഒരു ഭരണ പരിഷ്കരണം മാത്രമല്ല, ഏഷ്യയിലെ മാറുന്ന ശക്തി സമവാക്യങ്ങളുടെ ഏറ്റവും പുതിയ സൂചന കൂടിയാണ്. ഇനി ഈ നീക്കം ചൈനയുമായിട്ടുള്ള ബന്ധത്തെയും ഉത്തര കൊറിയയുടെ പ്രതികരണത്തെയും ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ രാഷ്ട്രീയത്തെയും എങ്ങനെ ബാധിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഒരു കാലത്ത് ചൈനയ്ക്ക് ഏറ്റവും വലിയ സുരക്ഷാ വെല്ലുവിളി അമേരിക്കയായിരുന്നു. പക്ഷേ ഇപ്പോൾ ബെയ്ജിംഗിൽ നിന്ന് വന്ന ഒരു പ്രസ്താവന ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. അമേരിക്കയേക്കാൾ കൂടുതൽ നാശം വിതയ്ക്കാൻ സാധ്യത ജപ്പാനാണ്. അതെ, ഈ വാക്കുകൾ വെറും ഒരു രാഷ്ട്രീയ വിമർശനമല്ല, ഇത് ഏഷ്യയിലെ മാറിക്കൊണ്ടിരിക്കുന്ന ശക്തി സമവാക്യത്തിന്റെ സൂചനയാണ്. എന്തുകൊണ്ടാണ് ചൈന പെട്ടെന്ന് ജപ്പാനെ ഇത്ര ശക്തമായിട്ട് വിമർശിക്കുന്നത്? സൗത്ത് ചൈന സീയിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? ഇത് വെറും നയതന്ത്ര തർക്കമാണോ, അല്ലെങ്കിൽ വലിയൊരു ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റിന്റെ തുടക്കമാണോ? നോക്കാം. ആദ്യം സൗത്ത് ചൈന സീ എന്തുകൊണ്ട് ഇത്ര പ്രധാനമാണ് എന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്ര വ്യാപാര പാതകളിൽ ഒന്നാണ് സൗത്ത് ചൈന സീ. ഓരോ വർഷവും $1 ട്രില്യൺ വ്യാപാരമാണ് ഈ കടൽ മാർഗം നടക്കുന്നത്. ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, മത്സ്യസമ്പത്ത്, കൂടാതെ ഏഷ്യയിലെ പ്രധാന ഷിപ്പിംഗ് റൂട്ട്സ്, ഇതെല്ലാം ഈ മേഖലയെ അതീവ തന്ത്രപ്രധാനമാക്കുന്നു. ഇനി പ്രശ്നം എവിടെയാണ്? ചൈന സൗത്ത് ചൈന സീയുടെ വലിയൊരു ഭാഗം തങ്ങളുടെ ചരിത്രപരമായ അവകാശമാണ് എന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ഫിലിപ്പൈൻസ്, വിയറ്റ്നാം, മലേഷ്യ, ബ്രൂണൈ, തായ്വാൻ ഇവയും ഈ മേഖലയിലെ ചില ഭാഗങ്ങളിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. 2016 അന്താരാഷ്ട്ര മധ്യസ്ഥത ട്രൈബ്യൂണൽ ചൈനയുടെ വ്യാപകമായ അവകാശവാദങ്ങൾക്ക് നിയമപരമായ അടിസ്ഥാനമില്ല എന്ന് വിധിച്ചിരുന്നു. എന്നാൽ ചൈന ഇന്നും ആ വിധി അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, 2016 ആ വിധിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ജപ്പാൻ ഉൾപ്പെടെയുള്ള 14 രാജ്യങ്ങൾ വീണ്ടും ആ വിധിയെ പിന്തുണച്ച് സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. അവർ പറഞ്ഞു, അന്താരാഷ്ട്ര നിയമങ്ങൾ മാനിക്കണം, കടലിലെ തർക്കങ്ങൾ സമാധാനപരമായിട്ട് പരിഹരിക്കണം, ഫ്രീഡം ഓഫ് നാവിഗേഷൻ സംരക്ഷിക്കണം. ഇതോടെയാണ് ബെയ്ജിംഗ് കടുത്ത പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയത്. ചൈനീസ് വിദഗ്ധരും ഔദ്യോഗിക വൃത്തങ്ങളും പറയുന്നത്, ജപ്പാൻ സൗത്ത് ചൈന സീയിൽ കൂടുതൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് മേഖലയെ കൂടുതൽ അസ്ഥിരമാക്കുമെന്നാണ്.
ഒരു ചൈനീസ് സമുദ്ര വിശകലന വിദഗ്ധൻ ജപ്പാന്റെ സൈനിക ഇടപെടൽ അമേരിക്കയേക്കാൾ കൂടുതൽ ഡിസ്ട്രക്റ്റീവ് ആകാമെന്ന് അഭിപ്രായപ്പെട്ടു. ഇത് ബെയ്ജിങ്ങിന്റെ ഔദ്യോഗിക ആശങ്കകളുടെ ഭാഗമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ചൈനയുടെ ഏറ്റവും വലിയ ആശങ്കയിലേക്ക് വരുമ്പോൾ വെറും ഒരു പ്രസ്താവനയുടെ പേരിൽ മാത്രമല്ല ചൈന ജപ്പാന് നേരെ തിരിഞ്ഞിരിക്കുന്നത്. ഇതിന് പിന്നിൽ ശക്തമായ ചില കാരണങ്ങളുണ്ട്. ഈ വർഷം നടന്ന ബാലിക്കാട്ടൻ സൈനിക പരിശീലനത്തിൽ ജപ്പാൻ കാണിച്ച മസിൽ പവർ ചൈനയെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഒന്നാമതായിട്ട് ആൾബലം. ഈ സൈനിക അഭ്യാസത്തിനായിട്ട് ജപ്പാൻ 1400-ലധികം സൈനികരെയും 3 വമ്പൻ യുദ്ധക്കപ്പലുകളെയും ട്രാൻസ്പോർട്ട് വിമാനങ്ങളെയുമാണ് ദക്ഷിണ ചൈന കടലിലേക്ക് അയച്ചത്. രണ്ടാമതായിട്ട് മിസൈൽ പ്രയോഗം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായിട്ട് ജപ്പാൻ തങ്ങളുടെ ടൈപ്പ് 88 സർഫസ് ടു ഷിപ്പ് മിസൈൽ സിസ്റ്റം വിദേശത്ത് വെച്ച് വിജയകരമായിട്ട് പരീക്ഷിച്ചു. ഫിലിപ്പൈൻസ് നാവികസേനയുടെ ഒരു പഴയ കപ്പലിനെയാണ് ഈ മിസൈൽ തകർത്തത്. ഇനി ചൈനീസ് നിരീക്ഷകനായ വുഷി ചുൻ പറയുന്നത് ഇങ്ങനെയാണ്: രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ജപ്പാൻ തങ്ങളുടെ യഥാർത്ഥ സൈനിക ശക്തി പുറത്തെടുക്കുന്നത്. ജപ്പാന്റെ ഈ നീക്കങ്ങൾ മേഖലയിലെ സമാധാനം തകർക്കും. ഭാവിയിൽ അമേരിക്കയേക്കാൾ വലിയ പ്രതിസന്ധി ജപ്പാൻ ഇവിടെ സൃഷ്ടിക്കും. കൂടാതെ ഫിലിപ്പൈൻസിലേക്ക് ജപ്പാൻ വലിയ തോതിൽ പ്രതിരോധ ആയുധങ്ങൾ കയറ്റി അയക്കുന്നതും തങ്ങളുടെ ഭരണഘടന നിഷ്കർഷിക്കുന്ന സെൽഫ് ഡിഫൻസ് എന്ന പരിധി മറികടന്നുള്ള പ്രവർത്തനങ്ങളാണ് എന്നും ചൈന കുറ്റപ്പെടുത്തുന്നു. ജപ്പാന്റെ ഈ ഇടപെടലിനെ നേരിടാൻ ചൈന അവരുടെ പഴയ ചരിത്രമാണ് ആയുധമാക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ചൈനയിലും ദക്ഷിണ ചൈന കടലിലെ ദ്വീപുകളിലും നടത്തിയ അധിനിവേശങ്ങളും ക്രൂരതകളും ചൈന ഓർമ്മിപ്പിക്കുന്നു. പഴയ തെറ്റുകൾക്ക് ഇനിയും കടം വീട്ടാത്ത ജപ്പാൻ ഇപ്പോൾ പുതിയ നിയോ മിലിറ്ററിസം അജണ്ടയുമായിട്ട് വരികയാണ് എന്നാണ് ചൈന ആരോപിക്കുന്നത്. മാത്രമല്ല ജപ്പാന്റേത് ഇരട്ടത്താപ്പാണ് എന്നും ചൈന ചൂണ്ടിക്കാണിക്കുന്നു. ജപ്പാൻ പസഫിക് സമുദ്രത്തിലെ 10 ചതുരശ്ര മീറ്റർ പോലും ഇല്ലാത്ത 2 ചെറിയ പാറ കഷ്ണങ്ങൾ മാത്രമുള്ള ഒക്കിനോട്ടോറി എന്ന പ്രദേശത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ EEZ അവകാശപ്പെടുമ്പോൾ തങ്ങളുടെ ചരിത്രപരമായ അവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ അവർക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നാണ് ചൈന ചോദിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ജപ്പാൻ ഇതിൽ ഇടപെടുന്നത് എന്ന് നോക്കാം. സൗത്ത് ചൈന സീ ജപ്പാന്റെ പ്രദേശമല്ല, പിന്നെ എന്തിനാ? കാരണം ജപ്പാന്റെ സാമ്പത്തിക സുരക്ഷ ഈ കടൽപാതയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജപ്പാനിലേക്ക് എത്തുന്ന വലിയൊരു വിഹിതം ഊർജവും ചരക്കുകളും ഈ സമുദ്രപാതയിലൂടെയാണ് വരുന്നത്. അതുകൊണ്ട് ഈ മേഖലയിൽ സ്ഥിരത നിലനിർത്തുന്നത് ജപ്പാന്റെ ദേശീയ താൽപര്യത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം ജപ്പാൻ അമേരിക്കയുമായും ഫിലിപ്പൈൻസുമായും മറ്റ് പങ്കാളികളുമായും സുരക്ഷാ സഹകരണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. തീർന്നില്ല, ചൈനയുടെ മറ്റൊരു പ്രതിഷേധം കൂടിയുണ്ട്. ജപ്പാൻ 13 മറ്റ് രാജ്യങ്ങളോടൊപ്പം 2016 വിധിയെ പിന്തുണച്ചതിനെ തുടർന്ന് ചൈന ജപ്പാന്റെ എൻവോയിനെ വിളിച്ചു വരുത്തി ഔദ്യോഗിക പ്രതിഷേധം രേഖപ്പെടുത്തി. ജപ്പാൻ പഴയ സൈനിക മനോഭാവത്തിലേക്ക് മടങ്ങുകയാണ് എന്നും ബെയ്ജിംഗ് ആരോപിച്ചു. അതേസമയം ജപ്പാൻ ഈ വിമർശനം തള്ളിക്കളയുകയും അന്താരാഷ്ട്ര നിയമങ്ങളെ പിന്തുണയ്ക്കുകയാണ് തങ്ങളുടെ നിലപാടെന്ന് ആവർത്തിക്കുകയും ചെയ്തു. ഇത് വെറും സൗത്ത് ചൈന കടലിലെ പ്രശ്നമല്ല. ഇതിന് പിന്നിൽ വ്യക്തമായ മറ്റൊരു വലിയ പശ്ചാത്തലമുണ്ട്. ഈസ്റ്റ് ചൈന സീയിലെ സെൻകാക്കു, ഡിയാവു ദ്വീപുകൾ, തായ്വാൻ, ഇൻഡോ പസഫിക് സ്ട്രാറ്റജി ഇവയെല്ലാം ചൈന ജപ്പാൻ ബന്ധത്തിൽ ഇതിനകം തന്നെ സംഘർഷം വർദ്ധിപ്പിച്ച വിഷയങ്ങളാണ്. അടുത്തിടെ സെൻകാക്കു ദ്വീപുകൾക്ക് സമീപവും ഇരു രാജ്യങ്ങളും പരസ്പരം നിയമലംഘനം ആരോപിച്ചിരുന്നു. അതുപോലെ അമേരിക്ക സൗത്ത് ചൈന സീയിൽ ഫ്രീഡം ഓഫ് നാവിഗേഷൻ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പ്രധാന സഖ്യകക്ഷിയാണ്. ജപ്പാനും അമേരിക്കയും സുരക്ഷാ സഹകരണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചൈനയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന പ്രധാന കാരണങ്ങളിലൊന്ന്. ബെയ്ജിംഗ് ഇതിനെ എക്സ്റ്റേണൽ ഇന്റർഫിറൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ വിദഗ്ധർ പറയുന്നത് ഇത് വെറുതെ നാവികസേനയുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള തർക്കമല്ല, ഇത് നിയമവിരുദ്ധമായിട്ട് ശക്തിപ്രയോഗം എന്ന ചർച്ചയും അതുപോലെ സ്വതന്ത്ര നാവിക ഗതാഗതം എന്ന ആശയവും പ്രാദേശിക ശക്തി സമത്വവും എല്ലാം ചേർന്നുള്ള വലിയ ജിയോ പൊളിറ്റിക്കൽ മത്സരം കൂടിയാണ് എന്നാണ്. അതുകൊണ്ടാണ് ഓരോ പ്രസ്താവനയും ഓരോ സംയുക്ത പ്രസ്താവനയും ആഗോള ശ്രദ്ധ നേടുന്നത്. ഏറ്റവും പുതിയ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വരെ ചൈന 2016 ട്രൈബ്യൂണൽ വിധി വീണ്ടും തള്ളിക്കളയുകയാണ്. ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമം പാലിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇരുപക്ഷവും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, സൗത്ത് ചൈന കടൽ ഇപ്പോൾ കൂടുതൽ സങ്കീർണമായ ഒരു യുദ്ധഭൂമിയായി മാറുകയാണ്. അമേരിക്കയെ മാത്രം പ്രതിരോധിച്ച് നിന്നിരുന്ന ചൈനയ്ക്ക് മുന്നിലേക്ക് ഇപ്പോൾ ജപ്പാൻ ഒരു പുതിയ വെല്ലുവിളിയായിട്ട് വന്നിരിക്കുന്നു. തങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് ആയുധം കയ്യിലെടുക്കാനും സഖ്യകക്ഷികളെ സഹായിക്കാനും ജപ്പാൻ ഇനി മടിക്കില്ല എന്നതിന്റെ കൃത്യമായ സൂചനകളാണ് ദക്ഷിണ ചൈന കടലിലെ പുതിയ നീക്കങ്ങൾ. പഴയ സമാധാനവാദത്തിൽ നിന്നും ജപ്പാൻ പിന്നോട്ട് പോയി സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇറങ്ങുമ്പോൾ ചൈനയുടെ ആധിപത്യത്തിന് അത് വലിയൊരു തടസ്സമാകുമെന്നതിൽ തർക്കമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങൾ പലപ്പോഴും ഒരു വെടിയൊച്ചയോടെ അല്ല തുടങ്ങുന്നത്, ഒരു പ്രസ്താവനയോടെയാണ്. ഇന്ന് ചൈനയും ജപ്പാനും തമ്മിലുള്ള വാക്കുകളുടെ പോര് നാളെയുടെ നയതന്ത്രത്തിന്റെയും സുരക്ഷാ രാഷ്ട്രീയത്തിന്റെയും ദിശ നിർണ്ണയിക്കും. സൗത്ത് ചൈന സീ ഒരു കടൽ മേഖല മാത്രമല്ല, ലോക വ്യാപാരത്തിന്റെ ഹൃദയവും ഏഷ്യയുടെ സുരക്ഷാ പരീക്ഷണശാലയും വൻ ശക്തികളുടെ മത്സരവേദിയും കൂടിയാണ്. ഇനി ചോദ്യം ഒന്ന് മാത്രം, ഈ മത്സരം നയതന്ത്രത്തിലൂടെ അവസാനിക്കുമോ അല്ലെങ്കിൽ കൂടുതൽ സൈനിക നീക്കങ്ങളിലേക്ക് നീങ്ങുമോ? കണ്ടറിയണം.
ചില റോഡുകളിലൂടെ പോകണമെങ്കിൽ ടോൾ കൊടുക്കണം. അപ്പം നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതയിലൂടെ പോകാനും ടോൾ കൊടുക്കേണ്ടി വന്നാലോ? അതും ഒരു രാജ്യം തന്നെ ആ കടൽപാതയുടെ ഗാർഡിയൻ ആണെന്ന് പ്രഖ്യാപിച്ചാൽ? ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് അതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എപ്പോൾ എന്ത് പ്രഖ്യാപിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. എന്നാൽ ഇത്തവണ ട്രംപ് നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം വെറും ഒരു അന്താരാഷ്ട്ര വാർത്തയല്ല, നാളെ നമ്മുടെയൊക്കെ പോക്കറ്റ് ചോർത്താൻ പോകുന്ന ഒന്നൊന്നര പ്ലാനാണ്. ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇനി മുതൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിരിക്കും ഈ ഹോർമൂസ് കടലിടുക്കിന്റെ കാവൽക്കാരൻ, ദി ഗാർഡിയൻ ഓഫ് ദി ഹോർമൂസ് സ്ട്രീറ്റ്. അതുകൊണ്ട് ഫ്രീ ആയിട്ട് ഇനി ആരും ഇതിലൂടെ പോകണ്ട. ഈ വഴി കടന്നു പോകുന്ന എല്ലാ കപ്പലുകളിലെയും ചരക്കുകളുടെ മൂല്യത്തിന്മേൽ 20% ചാർജ് ടോൾ US ഈടാക്കും. കേൾക്കുമ്പോൾ തന്നെ ഒരു അന്താരാഷ്ട്ര ഹൈവേയിലെ ടോൾ പിരിവ് പോലെ തോന്നുന്നില്ലേ? ഒരു പരമാധികാര രാജ്യത്തിന്റെ അതിർത്തിയിലല്ലാത്ത ഈ അന്താരാഷ്ട്ര ജലപാതയിൽ ട്രംപിന് ഇങ്ങനെ ടോൾ പിരിക്കാൻ അവകാശമുണ്ടോ? ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമുക്കറിയാം, US-ഉം ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം അതിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലാണ്. കഴിഞ്ഞ ദിവസം ഹോർമുസ് കടലിടുക്കിൽ വെച്ച ഒരു കണ്ടെയ്നർ കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഈ ഒരു കടുത്ത തീരുമാനം വരുന്നത്. ഇറാനിലേക്കുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടയുന്ന ഒരു നേവൽ ബ്ലോക്കേഡ് അമേരിക്ക പുനഃസ്ഥാപിക്കുകയാണ്. ഇറാനുമായി ബിസിനസ് നടത്തുന്ന ഒരു കപ്പലും ഇതിലൂടെ കടത്തി വിടില്ല. എന്നാൽ മറ്റു രാജ്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കൻ സൈന്യം അവിടെ കാവൽ നൽകും. അതിനുള്ള കൂലിയായിട്ടാണ് ഈ 20% തുക ട്രംപ് ചോദിക്കുന്നത്. ഇത് ചെറിയൊരു തുകയല്ല സുഹൃത്തുക്കളെ. നിലവിലെ കണക്കുകൾ അനുസരിച്ച് ഒരു വലിയ ക്രൂഡ് ഓയിൽ ടാങ്കർ മുഴുവൻ ഓയിലുമായിട്ട് ഇതിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ 20% എന്ന് പറഞ്ഞാൽ ഏകദേശം $32 മില്യൺ, ഏകദേശം 260 കോടിയിലധികം ഇന്ത്യൻ രൂപ വരും. ഒരു കപ്പലിന് ഒരു തവണ കടന്നു പോകാൻ ഇത്രയും വലിയ തുക ടോൾ നൽകേണ്ടി വന്നാൽ ആഗോള വിപണിയിൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത്. അമേരിക്കയ്ക്ക് ഹോർമുസ് കടലിടുക്കിൽ ഇതുപോലെ ടോൾ പിരിക്കാൻ നിയമപരമായിട്ട് എന്തെങ്കിലും അവകാശമുണ്ടോ എന്നുള്ളത്. അന്താരാഷ്ട്ര സമുദ്ര നിയമമായ UNCLOS അനുസരിച്ച് ഒരു രാജ്യത്തിനും അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള കപ്പലുകളുടെ സ്വതന്ത്രമായ സഞ്ചാരം തടയാനോ അവിടെ ടോൾ ഏർപ്പെടുത്താനോ അവകാശമില്ല. സൂവേസ് കനാൽ പോലെയുള്ള മനുഷ്യനിർമ്മിത കനാലുള്ള രാജ്യങ്ങൾക്ക് ഫീസ് വാങ്ങാം. എന്നാൽ പ്രകൃതിദത്തമായ ഹോർമുസ് കടലിടുക്കിൽ അതിന് അനുവാദമില്ല. ജിബ്രാൾട്ടർ കടലിടുക്കോ അല്ലെങ്കിൽ മലാക്ക സ്ട്രെയിറ്റിലോ ഒന്നും ആരും ടോൾ വാങ്ങാത്തത് അതുകൊണ്ടാണ്. മാത്രമല്ല, അമേരിക്ക ഈ കടലിടുക്കിന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യം പോലുമല്ല. ഒമാനും ഇറാനുമാണ് അതിന്റെ ഇരുവശങ്ങളിലും ഉള്ളത്. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ഇതിനകം തന്നെ ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തെ ശക്തമായിട്ട് അപലപിച്ചു കഴിഞ്ഞു. തങ്ങളാണ് ഈ കടലിടുക്കിന്റെ യഥാർത്ഥ കാവൽക്കാരെന്നും US നിയമവിരുദ്ധമായിട്ടാണ് ഇടപെടുന്നതെന്നും ഇറാൻ വാദിക്കുന്നു. ചുരുക്കത്തിൽ ട്രംപിന്റെ ഈ ഒരു നീക്കം രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്നാണ് ഭൂരിഭാഗം മാരിടൈം വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? ഇതാണ് നമ്മെ നേരിട്ട് ബാധിക്കുന്ന ഭാഗം. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമായ ഒരു പ്രതിസന്ധിയാണ്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിലെ വലിയൊരു വിഹിതം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഖത്തർ, ഇറാഖ് ഇവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകളിൽ പലതും ഹോർമുസ് വഴിയാണ് എത്തുന്നത്. അതിനാൽ ഹോർമുസിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ പ്രതിഫലനം ഇന്ത്യയിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കപ്പലുകൾ 20% ടോൾ അമേരിക്കയ്ക്ക് കൊടുക്കേണ്ടി വന്നാൽ ആ തുക അത്യധികമായിട്ട് വരുന്നത് ഉപഭോക്താക്കളുടെ തലയിലാണ്. അതായത് ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ വില കുത്തനെ ഉയരും. ഓയിൽ വില കൂടിയാൽ രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കയറ്റുന്നത് കാരണമാകും. ഇനി സാമ്പത്തിക പ്രതിസന്ധി. ആഗോള സാമ്പത്തിക വിശകലന ഏജൻസിയായ നൊമ്യൂറ റിപ്പോർട്ട് പ്രകാരം എണ്ണവില വർധനവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ലോകത്തിലെ 3 ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. തായ്ലൻഡും സൗത്ത് കൊറിയയുമാണ് മറ്റ് 2 രാജ്യങ്ങൾ. അമേരിക്ക ഇന്ത്യയുടെ സഖ്യകക്ഷി ആയതുകൊണ്ട് ഇന്ത്യക്ക് ഈ ടോളിൽ നിന്ന് ട്രംപ് ഇളവ് നൽകുമോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ ഭാവി. അമേരിക്കൻ നയതന്ത്ര ചരിത്രത്തിൽ തന്നെ ഇതുവരെ കാണാത്ത ഒരു വിചിത്രമായ നീക്കമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇറാനെ സാമ്പത്തികമായിട്ട് തകർക്കാൻ വേണ്ടി ട്രംപ് പ്രഖ്യാപിച്ച ഈ ടോൾ കൊള്ള യഥാർത്ഥത്തിൽ ആഗോള വ്യാപാരത്തെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളെയും വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. ഇപ്പോൾ പല രാജ്യങ്ങളും സ്ഥിതിഗതികൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു വരികയാണ്. കാരണം ഹോർമുസ് ഒരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും പോകുന്ന ഊർജ്ജ വിതരണത്തെ ഇത് നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. എണ്ണവിലയിൽ ചെറിയ മാറ്റം പോലും ആഗോള പണപ്പെരുപ്പത്തെ ബാധിക്കാൻ കഴിയും. ഇനി നമുക്ക് ട്രംപിന്റെ ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. കാരണം ഇതിന് രാഷ്ട്രീയ പിന്തുണയും സൈനിക നീക്കങ്ങളും അന്താരാഷ്ട്ര നിയമപരമായിട്ടുള്ള വെല്ലുവിളികളും സഖ്യരാജ്യങ്ങളുടെ നിലപാടും എല്ലാം നിർണായകമാണ്. അതുകൊണ്ട് ഇതൊരു പ്രഖ്യാപനത്തെക്കാൾ വലിയ നയതന്ത്ര ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ സ്ഥിതി നോക്കിയാൽ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമുസ് മേഖലയിലെ സംഘർഷം കാരണം കപ്പൽ ഗതാഗതം നേരത്തേതിനേക്കാൾ കുറഞ്ഞിട്ടുണ്ട്. വിപണികൾ അതീവ ജാഗ്രതയിലാണ്. എണ്ണവിലയും ഇൻഷുറൻസ് ചെലവും അടുത്ത ദിവസങ്ങളിൽ എങ്ങനെ മാറുമെന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. യുദ്ധങ്ങളും അന്താരാഷ്ട്ര തർക്കങ്ങളും കടുത്ത കാലാവസ്ഥാ പ്രതിസന്ധികളും ഒക്കെയായിട്ട് ലോകം ഇപ്പോൾ വലിയൊരു ട്രാൻസിഷൻ ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. പല വാർത്തകളും നമ്മളെ ആശങ്കപ്പെടുത്തുമെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്,
ഈ പ്രതിസന്ധികളെല്ലാം പുതിയ നയതന്ത്ര ചർച്ചകൾക്കും ആഗോള കൂട്ടായ്മകൾക്കും വഴി തുറക്കും. ക്ലൈമറ്റ് ചേഞ്ചിനെ നേരിടാൻ ലോകരാജ്യങ്ങൾ ഒന്നിക്കുമെന്നും സാമ്പത്തിക സൈനിക തർക്കങ്ങൾ യുദ്ധത്തിലേക്ക് പോകാതെ സമാധാനപരമായിട്ട് പരിഹരിക്കപ്പെടുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ഇത്തരം വലിയ അന്താരാഷ്ട്ര പ്രതിസന്ധികളിലും സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിച്ച് മുന്നേറാൻ ഇന്ത്യയെ പോലെയുള്ള വികസ്വര രാജ്യങ്ങൾക്ക് കരുത്തുണ്ടാകട്ടെ. ഗുഡ് നൈറ്റ്.